Hello everyone, welcome to Lycidas Academy's YouTube channel. നമ്മൾ ക്ലാസ് 10th CBSE ക്ലാസ് 10th ഹരിഹർ കാക്ക എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ठाकुर बारी का काम लोगों के अंदर ठाकुर जी के प्रति भक्ति भावना पैदा करना तथा धर्म से विमुख हो रहे लोगों को रास्ते पर लाना है. അതായത് ഠാക്കൂർ ബാരിയുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ആ ഗാവിലുള്ള ആ വില്ലേജിലുള്ള എല്ലാ ആൾക്കാരിലേക്കും ഠാക്കൂർജിയുടെ ഒരു ഭയവും ഭക്തിയും എന്താ പറയുന്നത് അതുപോലെയുള്ള ഓരോ ഭയവും ഭക്തിയും ഒക്കെ അങ്ങനെയുള്ള വിചാരങ്ങളൊക്കെ ആ ഗാവിലുള്ള എല്ലാ ആൾക്കാരിലും നിറയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ തഥാ ധർമ്മസെ വിമുഖ ഹോ രഹേ ലോകം കോ രാസ്തേ പർ ലാന. അതായത് നല്ല കാര്യങ്ങളിലൂടെ അല്ലാതെ നല്ല പാതയിലൂടെ അല്ലാതെ സഞ്ചരിക്കുന്ന ആൾക്കാരെ നേർവഴിയിലേക്ക് നയിക്കുക എന്നുള്ളതായിരുന്നു ഠാക്കൂർ ബാരിയുടെ ലക്ഷ്യം. ഓക്കെ, അതുപോലെ ഠാക്കൂർ ബാരി മേ ഭജൻ കീർത്തൻ കാ ആവാസ് ബരാബർ ഗൂഞ്ജ്തി രഹത്തി ഹെ. ഠാക്കൂർ ബാരിയിൽ എപ്പോഴും ഇങ്ങനെ ഭജനങ്ങളുടെയും കീർത്തനങ്ങളുടെയും ശബ്ദം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എക്കോ പോലെ കേട്ടുകൊണ്ടേയിരിക്കും. അതായത് എപ്പോഴും ഭജനയും കീർത്തനവും ഒക്കെ ആയിട്ട് എപ്പോഴും അതവിടെ ഇങ്ങനെ ഠാക്കൂർ ബാരിയിൽ മുഴങ്ങി കേട്ടുകൊണ്ടേയിരിക്കും. ഗാവ് ജബ് ഭി ബാഡ് യാ सूखे की चपड़े में आता है ठाकुर बारी के अहाते में तंबू लग जाता है. അപ്പോൾ എന്താ പറയുന്നത്, ഗാവ് ജബ്ബി ബാഡ് യാ സൂഖെ. അതായത് ബാഡെന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് നമ്മുടെ വെള്ളപ്പൊക്കവും സൂഖെ എന്ന് പറഞ്ഞാൽ വരൾച്ചയാണ്. ഓക്കെ, അപ്പം ഗാവ് ജബ് ഭി ബാഡ് യാ സൂഖേക്ക് ചപ്പേട്ട് മേ ആത്താ ഹെ. അതായത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലെപ്പം ഇങ്ങനെയുള്ള ട്രബിളിലെപ്പോൾ അകപ്പെടുന്നോ അപ്പോൾ എന്ത് ചെയ്യും, ചപ്പടേ മേ ആത്താ ഹെ ഠാക്കൂർ ബാരിക്ക് അഹാത്തേ മേം തംബു ലഗ് ജാത്താ ഹെ. ഠാക്കൂർ ബാരിയുടെ ആ ഒരു പരിസര പ്രദേശത്തായിട്ട്, അഹാത്തെ എന്ന് പറഞ്ഞാൽ മൈതാനം എന്നാണ്, ഠാക്കൂർ ബാരി ഇരിക്കുന്ന ആ മൈതാനത്തിൽ ആൾക്കാരെന്ത് ചെയ്യും, തമ്പു ലഗ്ജാത്ത. തമ്പു എന്ന് പറഞ്ഞാൽ ടെൻ്റാണ്, ടെൻറ്റ്. ഓക്കെ, അപ്പം വെള്ളപ്പൊക്കവും വരൾച്ചയൊക്കെ വരുന്ന സമയത്ത് ഠാക്കൂർ ബാരിയുടെ മൈതാനത്തിൽ ആൾക്കാർ ടെൻറ്റ് കെട്ടി താമസിക്കും. लोग और ठाकुर बारी के साधु संत अखंड हरि कीर्तन शुरू कर देते हैं. ലോഗ് ഓർ ഠാക്കൂർ ബാരിക്ക് സാധു സന്ത്. അതായത് അപ്പം എന്ത് ചെയ്യും, ആ വില്ലേജിലുള്ള അവിടെ ടെൻറ്റിലുള്ള ആൾക്കാരും അതുപോലെ തന്നെ ഠാക്കൂർ ബാരിക്ക് സാധു സന്ത്, അതായത് ഠാക്കൂർ ബാരിയിലുള്ള നമ്മുടെ പൂജാരിമാർ എല്ലാവരും കൂടെ ചേർന്ന് എന്ത് ചെയ്യും, അഖണ്ഡ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ഹരി കീർത്തൻ ശുരു കർദേത്തെ. അവർ ഒരുമിച്ച് ഹരിനാമ കീർത്തനം പാടാനായിട്ട് തുടങ്ങുന്ന പറയുന്നത്. ഇസ്കെ അതിരിക്ത ഗാവ് മേ കിസി ഭി പർവ് ത്യോഹാർ കി ശുരുവാത് ഠാക്കൂർ ബാരി സെ ഹി ഹോത്തെ ഹെ. അതായത് ഇസ്കെ അതിരിക്ത്, ഇത് കൂടാതെ എന്ത് ചെയ്യും, ഗാവിൽ എന്തെങ്കിലും വില്ലേജിൽ എന്തെങ്കിലും എന്താ പറയുന്നത് ഉത്സവങ്ങൾ, പർവ് ത്യോഹാർ എന്ന് പറഞ്ഞാൽ ഉത്സവങ്ങൾ എന്നാണ്. അപ്പോൾ ഇസ്കെ അതിരിക്ത് ഗാവ് മേം കിസി ഭി പർവ് ത്യോഹാർ കി ശുരുവാത്, എന്തെങ്കിലും ഒരു ഉത്സവത്തിൻ്റെ ആരംഭം, എന്തെങ്കിലും ഒരു ഉത്സവമോ ആഘോഷമോ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ആരംഭം എവിടെ നിന്ന് തുടങ്ങുമെന്നാണ് പറയുന്നത്, ഠാക്കൂർ ബാരിയിൽ നിന്നാണ് അതിൻ്റെ ആരംഭം എപ്പോഴും ഉണ്ടാവുന്നത്. ഓക്കെ, ഇസ്കെ അതിരിക്ത് ഗാവ് മേം കിസി ഭി പർവ് ത്യോഹാർ കി ശുരുവാത് ठाकुर बारी से ही होती है. അതുപോലെ होली में सबसे पहले गुलाल ठाकुर जी को ही चढ़ाया जाता है. അതായത് ഹോളി എന്ന് പറയുന്ന നമുക്കറിയാമല്ലോ, ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ് എന്നല്ലേ അറിയപ്പെടുന്നത്. അപ്പോൾ ഹോളി എന്ത് ചെയ്യും, ഹോളി വരുമ്പം ഏറ്റവും ആദ്യം ഗുലാൽ എന്ന് പറഞ്ഞാൽ എന്താ, ഹോളിയിൽ നമ്മൾ കുറേ കളേഴ്സ് യൂസ് ചെയ്യും അല്ലേ, അതിനെയാണ് ഗുലാൽ എന്ന് പറയുന്നത്. അപ്പം എന്ത് ചെയ്യും, ഹോളി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഹോളിയുടെ ആ ഒരു ഗുലാൽ എന്ന് പറയുന്ന ആ പൗഡർ ഏറ്റവും ആദ്യം നമ്മൾ മറ്റുള്ളവരുടെ ദേഹത്തൊക്കെ ഇങ്ങനെ കളർ ഇടുകയും തേക്കുകയൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം അങ്ങനെ ഏറ്റവും ആദ്യം കളറ് കൊടുക്കുന്നത് ആർക്കാ, ഠാക്കൂർജിക്കാണ്. അതാണ് പറയുന്നത് होली में सबसे पहले गुलाल ठाकुर जी को ही चढ़ाया जाता है. दीवाली का पहला दीप ठाकुर बारी में ही जलता है. ദീപാവലി ആവുമ്പോൾ ഏറ്റവും ആദ്യത്തെ ദീപം കൊളുത്തുന്നതും എവിടെ നിന്നാണ്, ഠാക്കൂർ ബാരിയിൽ നിന്നാണ്. ജന്മ ഷാദി और जनेऊ के अवसर पर अन्न वस्त्र की पहली भेंट ठाकुर जी के नाम की जाती है. അതായത് എന്തെങ്കിലും
ഏതെങ്കിലും പുതിയതായിട്ടൊരു കുട്ടി ജനിക്കുകയോ അല്ലെങ്കിൽ കല്യാണങ്ങളൊക്കെ നടക്കുമ്പോഴും, അതുപോലെ തന്നെ ജനേവു എന്ന് പറയുമ്പോൾ പൂണൂൽ കല്യാണം എന്നാണ് കേട്ടോ. ജനേവു ഇങ്ങനെയുള്ള അവസരങ്ങളിൽ എന്ത് ചെയ്യും? അന്യ വസ്ത്ര കി പെഹലി ഭേണ്ട് ഠാക്കൂർജി കെ നാം കി ജാത്തി ഹെ. അപ്പം ഇങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ വരുമ്പം നമ്മൾ സദ്യ കൊടുക്കാറുണ്ട് നാട്ടുകാർക്ക് അല്ലേ. അപ്പം ഈ സദ്യയിൽ ആദ്യത്തെ പൊതി കൊടുക്കുന്നത് ആർക്കാ? ആദ്യം കൊടുക്കുന്നത് ഠാക്കൂർജിക്കാണ്. അതുപോലെ ഠാക്കൂർ ബാരിക്ക് ബ്രാഹ്മൺ സാധു വ്രത് കഥാവും കെ ദിൻ ഘർ ഘർ ഘൂം കർ കഥാവചൻ കർത്തേ ഹെ. അതായത് ഠാക്കൂർ ബാരിക്ക് ബ്രാഹ്മൺ സാധു വ്രത് കഥാവും. വ്രത് കഥാവും എന്ന് പറഞ്ഞാൽ എന്താ, ഈ വ്രതം എടുക്കുന്ന സമയത്തെന്നാണ്. അതായത് പല പല ഓരോ ഒക്കേഷൻസ് വരുമ്പോൾ നമ്മൾ ഓരോ വ്രതങ്ങളൊക്കെ എടുക്കാറുണ്ടല്ലോ. അപ്പം അങ്ങനെ എന്ത് ചെയ്യുന്ന ഠാക്കൂർ ബാരിക്ക് ബ്രാഹ്മൺ സാധു വ്രത് കഥാവും കെ ദിൻ പർ. അപ്പം ബ്രാഹ്മണരായിട്ടുള്ള നമ്മുടെ ഠാക്കൂർ ബാരിയിലുള്ള ഈ പൂജാരിമാർ വ്രതമെടുക്കുന്ന ദിവസങ്ങളിൽ എല്ലാ ദിവസവും ആ വില്ലേജിലുള്ള ഓരോ വീട്ടിലും പോയി കഥാവചൻ കർത്തേഹെ. കഥാവചൻ എന്ന് പറഞ്ഞാൽ ഓരോരോ കഥകളും വചനങ്ങളും ഒക്കെ പറയുമെന്നാണ് അർത്ഥം. അതായത് പുരാണങ്ങളിലെയും ഒക്കെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതുപോലെ ലോഗോം കെ ഖലിഹാൻ മേം ജബ് ഫസൽ കി ദവനി ഹോക്കർ അനാജ് കി ठेरी तैयार हो जाती है तब ठाकुर जी के नाम अगऊम निकाल कर ही लोग अनाज अपने घर ले जाते हैं. അതായത് ലോഗോം കെ ഖലിഹാൻ മേം. ഖലിഹാൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, ഈ വയലെന്നൊക്കെ ഉള്ളതാണ്. ഓക്കെ. അപ്പം ആൾക്കാരുടെ വയലിൽ എപ്പോഴാണോ ധവനി എന്ന് പറഞ്ഞാൽ എന്താ, കൊയ്ത്ത്. നമുക്ക് ഹാർവെസ്റ്റിംഗ് എന്ന് പറയാറില്ലേ, ഫസൽ കി ധവനി എന്ന് പറയുമ്പോൾ കൊയ്ത്തെന്നാണ്. അപ്പം വയലിൽ എപ്പോഴാണോ കൊയ്ത്ത് നടക്കുന്നത് അപ്പോൾ ഹോക്കർ അനാജ് കി ഠേരി തയ്യാർ ഹോ ജാത്തി ഹെ. അപ്പം കൊയ്ത്ത് നടക്കുന്ന സമയത്ത് നമുക്കറിയാം അല്ലേ, അനാജ് എന്ന് പറയുന്നത് എന്താ, ധാന്യങ്ങൾ എന്നാണ്. അപ്പോൾ ഒരുപാട് ധാന്യങ്ങളുടെ ഒരു കളക്ഷൻസ് തന്നെ ഉണ്ടാകും. അതാണ് ഠേരി എന്ന് പറയുന്നത്. അപ്പം എന്ത് ചെയ്യും, ഒരുപാട് ധാന്യങ്ങൾ ഇങ്ങനെ കുന്നുകൂടി കിടക്കുകയായിരിക്കും ചെയ്യുന്നത് അല്ലേ. അതാണ് ഠേരി. ഠേരി എന്ന് പറഞ്ഞാൽ ലോട്ട് എന്നാണ് അർത്ഥം. അപ്പം ഹോക്കർ അനാജ് കി ഠേരി തയ്യാർ ഹോ ജാത്തി ഹെ. ധാന്യങ്ങളുടെ ഒരു കുന്ന് തന്നെ ഉണ്ടാവും. അപ്പം തബ് ठाकुर जी के नाम अगऊम निकाल कर ही लोग अनाज अपने घर ले जाता है. അതായത് അങ്ങനെയുള്ള അവസരത്തിൽ എന്ത് ചെയ്യും, ഠാക്കൂർജിക്ക് നാം അകവും. അതായത് ഠാക്കൂർജിക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പങ്ക് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. നമ്മൾ ഓരോ വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, പായസമൊക്കെ വെക്കുമ്പോൾ ദൈവത്തിന് ആദ്യം വിളമ്പിയിട്ടായിരിക്കും നമ്മൾ കഴിക്കുന്നത് അല്ലേ. അതുപോലെ ദൈവത്തിൻ്റെ പങ്ക് കൊടുത്തതിന് ശേഷമാണ് ഈ ധാന്യങ്ങളെല്ലാം എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ. അതാണ് അകവും എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൊടുക്കുന്ന പങ്കെന്നാണ്. ഓക്കെ. അപ്പം അകവും നിക്കാൽക്കർ ഹി ലോഗ് അനാജ് അപ്പനെ ഘർ ലേ ജാത്തെ. ഈ ദൈവത്തിനുള്ള പങ്ക് ആദ്യം കൊടുത്തതിന് ശേഷം മാത്രമേ അവർ അവരുടെ പങ്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാറുള്ളൂ. അതുപോലെ തന്നെ ഠാക്കൂർ ബാരി കെ സാത്ത് അധികാംശ ലോഗോം കോ സംബന്ധ് ബഹുത് ഹി ഘനിഷ്ഠ ഹെ മൻ ഓർ തൻ ദോനോം സ്തർ പർ. അതായത് ഠാക്കൂർജിക്ക് സാത്ത് അധികാംശ്, ഠാക്കൂർജിയുമായിട്ടുള്ള മെജോറിറ്റി ആൾക്കാരുടെയും, അധികാംശ ലോകം എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരുടെയും, മെജോറിറ്റി പീപ്പിൾ. ഓക്കെ. അധികാംശ ലോകോംക്കോ സംബന്ധ് എന്ന് പറഞ്ഞാൽ ഒരു റിലേഷൻ അല്ലേ. ബഹുത്ത് ഹി ഘനിഷ്ഠ ഹെ. ഘനിഷ്ഠ എന്ന് പറഞ്ഞാൽ വളരെ ആഴത്തിലുള്ളതാണ്. അപ്പം ഠാക്കൂർജിയുമായിട്ടുള്ള ബന്ധം ഒട്ടുമിക്ക ആളുകൾക്കും വളരെ ആഴത്തിലുള്ള ഒന്നാണ്. മൻ ഓർ തൻ ദോനും സ്തർ പർ. അതായത് മനസ്സും ശരീരവും ഒരുപോലെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ പോകാനായിട്ട് ഈ ഠാക്കൂർ ബാരിയിൽ വരുമ്പോൾ അവർക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. ഠാക്കൂർജി അതിനവരെ സഹായിക്കും. മൻ ഓർ തൻ ദോനും സ്തർ പർ. മനസ്സും ശരീരവും ഒരുപോലെ ബാലൻസ് ആവാൻ. അതുപോലെ കൃഷി കാര്യസെ അപ്പന ബച്ചാ ഹുവ സമയ വേ ഠാക്കൂർ ബാരിമേം ഹി ബിത്താത്തെ ഹെ. അപ്പം കൃഷിയും അനുബന്ധിച്ചിട്ടുള്ള മറ്റ് കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ വില്ലേജിലുള്ള ആൾക്കാരൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബാക്കി സമയം ഠാക്കൂർ ബാരിയിൽ വന്നാണ് അവർ സ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ. കൃഷി കാര്യസെ അപ്പനെ ബച്ചാ ഹുവ സമയം, കൃഷി കാര്യങ്ങൾ കഴിഞ്ഞിട്ടുള്ള അവരുടെ സമയത്ത് വേ ഠാക്കൂർ ബാരിമേം ഹി ബിതാത്തെ ഹെ. അവർ ഠാക്കൂർ ബാരിയിൽ വന്നിട്ടാണ് അവരുടെ സമയം സ്പെൻഡ് ചെയ്യുന്നത്. ഠാക്കൂർ ബാരിമേം സാധു संतों का प्रवचन सुन और ठाकुर जी का दर्शन कर वे अपना यह जीवन सार्थक मानने लगते हैं. അതായത് ഠാക്കൂർ ബാരിമേം സാധു സന്തോം കാ പ്രവചൻ അല്ലേ. പ്രവചൻ എന്ന് പറഞ്ഞാൽ എന്താ, അവർ ഓരോ കാര്യങ്ങൾ അവരുടെ ഫ്യൂച്ചറിനെ പറ്റിയും അല്ലേ ഓരോ പ്രഡിക്ഷൻസ് നടത്തും. അപ്പം എന്ത് ചെയ്യും,
എന്താ പ്രഡിക്ഷൻസ് എന്നുള്ളത് മാത്രമല്ല, എന്താ അവർ ഓരോരോ കാര്യങ്ങൾ ഉപദേശിക്കുകയും പിന്നെന്താ ഓരോന്ന് പുരാണത്തിലൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യും. ഓക്കെ, അപ്പം ഇത് കേട്ടിട്ട് എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്, ഠാക്കൂർജി കാ ദർശൻ കർ, ഇത് കേട്ടുകൊണ്ട് അതുകൂടാതെ ഠാക്കൂർജിയെയും കൂടെ പ്രാർത്ഥിച്ച് ഠാക്കൂർജിയുടെ കൂടെ ദർശനം കിട്ടിക്കഴിയുമ്പോൾ വേ അപ്പനെ യഹ് ജീവൻ സാർത്ഥക് മാന്യ ലഗത്തെ ഹെ, അവരവരുടെ ജീവിതം എന്താ കുറച്ചും കൂടെ സാർത്ഥകമാക്കുക എന്ന് പറഞ്ഞാൽ എന്താ കുറച്ചും കൂടെ മീനിങ് ആകുന്നത് പോലെ അല്ലെങ്കിൽ മീനിങ് ആക്കുവാണ് ചെയ്യുന്നത്. സാർത്ഥക് മാന്യ ലഗത്തെ ഹെ. അപ്പോൾ ഉന്നെ യഹ് മഹസൂസ് ഹോത്താ ഹെ കി ഠാക്കുർ ബാരി മേം പ്രവേശ് കർത്തെ ഹി വേ പവിത്ര ഹോ ജാത്തെ ഹെ. അപ്പം അവർക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് ആണ് വരുന്നത്, ഠാക്കുർ ബാരിയിൽ അവർ എപ്പോൾ പ്രവേശിച്ചാലും അവർക്ക് ഇങ്ങനെ ഒരു മെഹസൂസ് ഹോത്ത എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുക, അവർക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവുക, ഒരു ഫീലിംഗ് ഉണ്ടാവുക. എന്താ ഉണ്ടാവുന്നത്, കർത്തെ ഹെ വേ പവിത്ര ഹോ ജാത്തെ, അവർ എന്താ പവിത്രമായി മാറുന്നതായിട്ട് അവർക്ക് തോന്നുകയാണ് ചെയ്യുന്നത്. ഉൻകെ പിച്ചലി സാരെ പാപ് അപ്പനെ ആപ് ഖത്മ ഹോ ജാത്തെ ഹെ, അവർ ഇത്രയും നാളും ചെയ്ത എല്ലാ പാപങ്ങളും അവിടെ ഇല്ലാതായി അവർ എന്താ ശുദ്ധിയുള്ളവരായിട്ട് പവിത്രതയുള്ളവരായിട്ട് മാറുന്നതായിട്ടാണ് അവർക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പം പരിസ്ഥിതി വശ് ഇധർ ഹരിഹർ കാക്കാനെ ഠാക്കുർ ബാരി മേം ജാന ബന്ദ് കർ ദിയ. പരിസ്ഥിതി വശം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ടില്ലേ, നവ ഡേയ്സ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാറില്ലേ, അതാണ് പരിസ്ഥിതി വശ് ഇധർ ഹരിഹർ കാക്കാനെ ഠാക്കുർ ബാരി മേം ജാന ബന്ദ് കർ ദിയ. കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ ഹരിഹർ കാക്ക എന്താ ഠാക്കുർ ബാരിയിൽ പോകുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ്, ഇപ്പം കുറച്ച് നാളായിട്ട് പോകുന്നില്ല. പെഹലെ വഹ് അക്സർ ഹി ഠാക്കുർ ബാരി മേം ജാത്തേ ഥേ, ആദ്യമൊക്കെ മിക്ക ദിവസങ്ങളും, അക്സർ എന്ന് പറഞ്ഞാൽ എന്താ മോസ്റ്റ്ലി എന്നുള്ളതാണ്, മിക്ക ദിവസങ്ങളിലും ഠാക്കുർ ബാരിയിൽ പോകുമായിരുന്നു. മൻ ബഹലാനെ കെ ലിയെ കഭി കഭി മേ ഭി ഠാക്കുർ ബാരി മേം ജാത്താ ഹൂം, എന്താ മനസ്സൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട്, മനസ്സൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനും ഇടയ്ക്കിടയ്ക്കൊക്കെ ഠാക്കുർ ബാരിയിൽ പോകുമായിരുന്നു. ലേക്കിൻ വഹാക്കെ സാധു സന്ത് മുझे ഫൂട്ടി ആങ്കോം നഹി സുഹാത്തെ. അപ്പം എന്ത് പറ്റി, ലേക്കിൻ വഹാം കെ സാധു സന്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെയുള്ള എന്താ പൂജാരിമാർ അല്ലേ, അപ്പം അവിടെയുള്ള ആൾക്കാരുടെ, അവിടെയുള്ള പൂജാരിമാരുടെ ഒരു നോട്ടം അല്ലെങ്കിൽ അവരുടെ ഒരു മൊത്തത്തിലുള്ളൊരു ഫൂട്ടി ആങ്കോം നഹി സുഹാത്തെ, അതായത് ഫൂട്ടി ആങ്കോം നഹി സുഹാത്തെ എന്ന് പറഞ്ഞാൽ അത് ഹിന്ദിയിലെ ഒരു ഫ്രേസാണ്. അതായത് അത് അവരുടെ ആ ഒരു മൊത്തത്തിലുള്ളൊരു നോട്ടവും പ്രവൃത്തിയും ഒന്നും അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല. ഓക്കെ, അതാണ് പറയുന്നത് ഠാക്കുർജി. ലേക്കിൻ വഹാക്കെ സാധു സന്ത് മുझे ഫൂട്ടി ആക്കോ നഹി സുഹാത്തെ, എനിക്കത്ര നല്ലതായിട്ട് തോന്നിയില്ല. കാം ധാം കർണേ മേം ഉൻകി കോയി രുചി നഹി, അവർക്ക് അവരുടെ ജോലി ചെയ്യുന്ന കാര്യങ്ങൾ, കാം ധാം കർണേ, അവരുടെ ജോലി ചെയ്യുന്നതിനോട് അവർക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. ഉൻകി കോയി രുചി നഹി. ഠാക്കുർജി കോ ഭോഗ് ലഗാനെ കെ നാം പർ ദോനോം ജൂൻ ഹൽവ പൂടി ഖാത്തെ ഹെ. അവരെന്താ ചെയ്യുന്നത്, അവർ ഠാക്കുർജിക്ക് കൊടുക്കാനെന്ന് പറഞ്ഞ് ഠാക്കുർജിക്കോ ഭോഗ് ലഗാനെ കെ നാം പർ ദോനോം ജൂൻ ഹൽവ പൂടി ഖാത്തെ ഹെ. അവരെന്ത് ചെയ്യുന്നു, ഠാക്കുർജിക്ക് വേണ്ടി കഴിക്കാനാണെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ എന്താ നന്നായിട്ട് ഹൽവ പൂടി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു എന്താ ഹൽവ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൽവ പോലത്തെ, പൂടി എന്ന് പറയുന്നത് എന്താ അവരുടെ എന്തോ ഒരു ഭക്ഷണം അല്ലെങ്കിൽ ദൈവത്തിന് നീതിക്കുന്ന പോലത്തെ എന്തോ ഒരു ഭക്ഷണ വസ്തുവാണ്. അപ്പം ഹൽവ പൂടി ഖാത്തേ ഹെ, ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഓർ ഇത് കഴിച്ചിട്ട് അവർ ആരാംസെ പടേ രഹത്തെ ഹെ, വളരെ റിലാക്സ് ചെയ്ത് ഇരിക്കുകയാണ്. ഠാക്കുർജിക്ക് കഴിക്കാനാണെന്നുള്ള ഭാവത്തിൽ അവരിതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ കഴിച്ച് അവിടെ വളരെ റിലാക്സ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് എന്താ നറേറ്ററിന് അവരെ അത്ര ഇഷ്ടമല്ല, അവരെ അത്ര ബോധിച്ചില്ല എന്ന് പറയുന്നത്. ഓക്കെ, കാരണം എന്ത് പറ്റി, അവനിങ്ങനെ കറക്റ്റായിട്ട് ഉള്ള കാര്യങ്ങളല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താ ഒരു ആരുടെയൊക്കെ കണ്ണിൽ പൊടിയിടുന്ന പോലെ ഒരു ഫീലിംഗ് നറേറ്റർക്ക് തോന്നി. ഉന്നെ അഗർ കുച്ച് ആത്താ ഹേ തോ സിർഫ് ബാത് ബനാന ആത്താ ഹേ, അവർക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് എന്താ മറ്റുള്ളവരെ കുറിച്ചൊരു കുറ്റം പറയാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലും എന്താ ഇല്ലാത്ത കാര്യങ്ങൾ പറയാനോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർക്കൊന്നും കൂടെ നന്നായിട്ട് അറിയാവുന്നത്. ഉന്നെ അഗർ കുച്ച് ആത്താ ഹേ, അവർക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ തോ സിർഫ്, അത് ഇത്ര മാത്രമാണ്, ബാത് ബനാന ആത്താ ഹേ, അവർക്ക് സംസാരിക്കാനും മറ്റുള്ളവരെ പറ്റി എന്തെങ്കിലും എന്താ പറയാനുമൊക്കെയാണ് അറിയുന്നത്.
ഹരിഹർ കാക്ക 4 ഭായി ഹെ. ഹരിഹർ കാക്ക എല്ലാവരും കൂടെ 4 സഹോദരന്മാരാണ് ഉള്ളത്. ഹരിഹർ കാക്ക 4 ഭായി ഹെ. സബ്കി ഷാദി ഹോ ചുക്കി. എല്ലാവരുടെയും വിവാഹം കഴിഞ്ഞതാണ്. ഹരിഹർ കാക്കയ്ക്ക് അലാവ സബ്കെ ബാൽ ബച്ചേ ഹെ. അപ്പോൾ ഹരിഹർ കാക്ക ഒഴികെ എക്സെപ്റ്റ് ഹരിഹർ കാക്ക എല്ലാവരും തന്നെ മാരിഡ് ആണ്. എല്ലാവർക്കും എന്താ കുട്ടികളൊക്കെ ഉണ്ട് അല്ലേ. എന്താ ആദ്യമേ നമ്മൾ പറഞ്ഞത് സബ്കി ഷാദി ഹോ ചുക്കി, എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞാണ്. അപ്പോൾ ഹരിഹർ കാക്ക ഒഴികെ ബാക്കി എല്ലാവർക്കും എന്തുണ്ട്, കുട്ടികളൊക്കെ ആയിട്ടാണ് അവർ ജീവിക്കുന്നത്. ബഡേ ഓർ ചോട്ടെ ബായി കെ ലഡ്കെ കാഫി സയാനെ ഹോ ഗയേ ഹെ. അപ്പോൾ എൽഡർ ബ്രദറിൻ്റെയും യങ്ങർ ബ്രദറിൻ്റെയും, അതായത് മൂത്ത സഹോദരൻ്റെയും ഇളയ സഹോദരൻ്റെയും കുട്ടികളൊക്കെ എന്താ കാഫി സയാനെ ഹോ ഗയേ ഹെ. അവരൊക്കെ എന്താ യുവാക്കളായിട്ട് മാറിയവരാണ്, അതായത് അവരൊക്കെ യങ്സ്റ്റേഴ്സ് ആയിട്ടുണ്ട്. ദോ കി ഷാദിയാം ഹോ ഗയി ഹെ. അവരിൽ തന്നെ 2 പേരുടെ കല്യാണവും കഴിഞ്ഞിട്ടുണ്ട്. 2 പേരുടെ ഷാദി ഹോ ഗയി ഹെ, 2 പേരുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. ഉൻമേ സെ ഏക് പഠ് ലിഖ് കർ ഷഹർ കെ കിസി ദഫ്തർ മേം ക്ലർക്കി കർനെ ലഗാ ഹെ. അപ്പം അവരിൽ ഒരാൾ എന്താ പഠനമൊക്കെ കഴിഞ്ഞിട്ട് സിറ്റിയിലുള്ളൊരു ഓഫീസിൽ, കിസി ദഫ്തർ എന്ന് പറഞ്ഞാൽ ഓഫീസാണ്, അപ്പം ദഫ്തർക്കെ ക്ലർക്കി കർനെ ലഗാ ഹെ, ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അവരിൽ ഒരാൾ പഠ് ലിഖ് കർ, പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഷഹർക്കെ, ടൗണിലുള്ള ഒരു ദഫ്തർ ഓഫീസിൽ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുവാണ്. ലേക്കിൻ ഹരിഹർ കാക്കാക്ക് അപ്പനി ദേശെ കോയി ഔലാദ് നഹി. പക്ഷേ എന്ത് പറ്റിയെന്ന് പറയുന്നത്, ഹരിഹർ കാക്കയുടെ ഭൂമിയിൽ ഒരവകാശവും ഇല്ല. ദേഹ്സെ കോയി ഔലാദ് നഹി. ദേഹം എന്ന് പറഞ്ഞാൽ എന്താ, സ്വത്ത് എന്നുള്ളതാണ്. സെ കോയി ഔലാദ് എന്ന് പറഞ്ഞാൽ അധികാരം എന്നാണ്. ഓക്കെ, അവകാശം ഇല്ല, അധികാരം അല്ലെങ്കിൽ അവകാശം ഇല്ല. ഭായിയോമേം ഹരിഹർ കാക്ക നമ്പർ ദൂസരാ ഹെ. അപ്പം ഈ സഹോദരന്മാരിൽ 2ാമത്തെ ആളാണ് ഹരിഹർ കാക്ക. ഭായിയോമേം ഹരിഹർ കാക്ക നമ്പർ ദൂസരാ ഹെ. അതുപോലെ ഔലാദ് കേലിയെ ഉനോനെ 2 ഷാദിയാം കി. അപ്പം ഇങ്ങനെ അവകാശം കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, 2 കല്യാണം കഴിച്ചു. ഔലാദ് കേലിയെ ഉനോനെ 2 ഷാദിയാം കി. ലംബേ സമയത്ത് പ്രതീക്ഷാരത് രഹേ. അപ്പം ഒരുപാട് സമയം, ലംബേ എന്ന് പറഞ്ഞാൽ വലുതെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ലംബേ സമയം എന്ന് പറയുമ്പോൾ ഒരുപാട് സമയം. ഓക്കെ, ഒരുപാട് സമയം എന്ത് ചെയ്തു, പ്രതീക്ഷാരത് രഹേ, കാത്തിരുന്നു. ലേക്കിൻ ബിനാ ബച്ച ജനെ ഉൻകെ ദോനും പത്നിയാം സ്വർഗ സിദ്ധാർ ഗയി. പക്ഷേ ഒരുപാട് കാത്തിരുന്നിട്ടും എന്താ കുട്ടികളൊന്നും ഉണ്ടാവാതെ അവസാനം എന്ത് പറ്റി, ജനെ ഉൻകി ദോനും പത്നിയാം സ്വർഗ സിദ്ധാർ ഗയി. അവർ 2 പേരും സ്വർഗം പോകി എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ മരണപ്പെട്ടു. ഓക്കെ, ദോനും പത്നിയാം സ്വർഗ സിദ്ധാർ ഗയി. लोगों ने तीसरी शादी करने की सलाह दी, लेकिन अपनी गिरती हुई उम्र और धार्मिक संस्कारों की वजह से हरिहर काका ने इनकार कर दिया. അപ്പം എന്ത് പറ്റി, എന്താ ലോകോംനെ തീസരി ഷാദി, എല്ലാവരും 3ാമതൊരു കല്യാണം കഴിക്കാൻ വേണ്ടി സലാഹ് ദി എന്ന് പറഞ്ഞാൽ അഡ്വൈസ് കൊടുത്തു, അതായത് ഉപദേശിച്ചു. ലേക്കിൻ അപ്പനി ഗിർത്തി ഹുയി ഉമ്ര എന്ന് പറഞ്ഞാൽ ഉയർന്നു വരുന്ന അദ്ദേഹത്തിൻ്റെ പ്രായം, അതുപോലെ തന്നെ ഓർ ധാർമ്മിക് സംസ്കാരവും, നമ്മളുടെ ഒരു കൾച്ചറൊക്കെ ഉണ്ടല്ലോ, നമ്മളുടെ ധാർമ്മിക സംസ്കാരത്തിനും അത് കി വജസെ, അതിൻ്റെ ഈ ഒരു കാരണത്താൽ ഇങ്ങനെയുള്ള കുറച്ച് റീസൺസ് പറഞ്ഞ് എന്ത് ചെയ്തു, ഹരിഹർ കാക്കാനെ ഇൻകാർ കർദിയ എന്ന് പറഞ്ഞാൽ തിരസ്കരിച്ചു. ഓക്കെ, അവർ പറഞ്ഞ ആ ഒരു അഡ്വൈസും സജഷനും ഒക്കെ ഹരിഹർ കാക്ക തിരസ്കരിച്ചു. ലോകോംനെ തീസരി ഷാദി കർനെ की सलाह दी, लेकिन अपनी गिरती हुई उम्र और धार्मिक संस्कारों की वजह से हरिहर काका ने इनकार कर दिया. वह इत्मीनान और प्रेम से अपने भाइयों के परिवार के साथ रहने लगे. वह ഇത്മീനാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ സന്തോഷത്തോടെയും എന്താ ഓർ പ്രേംസെ വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരോടൊപ്പം അവരുടെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് താമസിക്കാനായിട്ട് തുടങ്ങി. വഹ ഇത്മീനാൻ और प्रेम से अपने भाइयों के परिवार के साथ रहने लगे. ഓക്കെ, ഇത്രയാണ് ഈ ഒരു പേജിൻ്റെ മീനിങ് വരുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം നാളെ നമുക്കിതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.